പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ ഇന്ന് നിൻ്റെ ഉള്ളറിയട്ടെ, നിൻ്റെ നൊമ്പരങ്ങൾ അറിയട്ടെ, നിൻ്റെ ഹൃദയത്തിലുള്ള വികാര വിചാരങ്ങളെല്ലാം ഒപ്പിയെടുത്ത് നിനക്ക് സമാശ്വാസം നൽകട്ടെ. ഈശോ ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളെല്ലാം അറിയട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല, എൻ്റെ ഫീലിങ്സ് ഒന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന്, എൻ്റെ വേദനകളൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന്, എൻ്റെ ഉള്ളൊന്നും ആരും അറിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, ഈശോയ്ക്ക് അറിയാൻ പറ്റും കേട്ടോ. വചനം പറയുമല്ലോ, സങ്കീർത്തനം 139:1-2, കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അങ്ങ് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഉണ്ടല്ലോ നിങ്ങളെ ഓരോരുത്തരെയും വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫീലിങ്സ് അവിടെ നിന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വേദനകളും കണ്ണീർ കടങ്ങളും കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും പറയരുത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന്. ഈശോ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആരും മനസ്സിലാക്കില്ല. കാരണം നമ്മൾ അനുഭവിച്ച വേദനകളിലൂടെയൊക്കെ അവൻ കടന്നു പോയിട്ടുള്ളതാണ്. യെശയ്യാ 53:4, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ വേദനകളാണ്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് നമ്മെക്കുറിച്ച് അവന് വ്യക്തമായിട്ട് അറിയാം. യോഹന്നാൻ 11 ലാസർ മരിക്കുമ്പോൾ ഈശോ കരഞ്ഞു എന്നാ പറയുക. ഫീലിങ്സ്, മനുഷ്യൻ്റെ ഉള്ള് കർത്താവ് കാണും. മർത്തായുടെയും മറിയത്തിൻ്റെയൊക്കെ വേദന കണ്ടിട്ട് കർത്താവിന് സഹിക്കാൻ പറ്റിയില്ല. കർത്താവ് കരഞ്ഞു. ഉള്ളറിയുന്ന ദൈവം, കരുണാമയനായ ദൈവം, കൂടെ സഹിക്കുന്ന ദൈവം. യോഹന്നാൻ 8 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാണ്. പക്ഷെ കർത്താവ് അവളെ തള്ളിക്കറിഞ്ഞില്ല. അവളുടെ ഉള്ളു കർത്താവ് കണ്ടു, നൊമ്പരപ്പെടുന്ന ഹൃദയം കർത്താവ് കണ്ടു, പെടയുന്ന മനസ്സ് കർത്താവ് കണ്ടു, അവളെ രക്ഷിച്ചു. ഇതുപോലെ നിൻ്റെ ഉള്ളും കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. നിൻ്റെ വേദനയും കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ എൻ്റെ ഉള്ളറിയുന്ന കർത്താവെ അങ്ങേക്ക് നന്ദി എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.